ഹായ് ഫ്രണ്ട്, നമുക്ക് ലൈറ്റായിട്ട് ഒരു ബിരിയാണി ആയാലോ. ബിരിയാണിയിൽ എന്താ എത്ര ലൈറ്റ് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് മില്ലറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എത്ര കഴിച്ചാലും ഭയങ്കര ഹെവി ആയി എന്നൊന്നും തോന്നലുണ്ടാവില്ല. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് തിനി എടുത്തിട്ടുണ്ട്. ഇതാണ്ടോ ഇങ്ങനെയായിട്ടായിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് പോലെ, അതിനേക്കാളും ചെറിയ തരികളായിട്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ രാത്രിയാണ് ചെയ്യണമെങ്കിൽ രാവിലെ തന്നെ കുതിരാൻ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇപ്പോൾ ഞാനിതൊരു ഉച്ച കഴിഞ്ഞ സമയത്താണ് കേട്ടോ കുതിരാൻ വെക്കണം. നമുക്കൊരു പാനിലേക്ക് ഒരു കരണ്ടി എണ്ണ ഒഴിച്ചെടുക്കാം. ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്ത് ഒരു പച്ചമുളക് കയറിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ബിരിയാണി മസാലയ്ക്കായിട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പ്, 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്തെടുക്കാം. ഇത് നന്നായിട്ട് കുറച്ച് വെച്ച് വഴറ്റിയെടുക്കാം. മസാല നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് പൊടി, നല്ല പഴുത്ത തക്കാളിയുടെ പകുതി പൊടിയായിട്ട് ചേർത്തെടുക്കാം. ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്തെടുക്കാം. ചെറിയൊരു കൈപ്പിടി അളവാണ്. രാവിലെ തന്നെ കുതിർത്ത് വെച്ചിട്ട് കുക്കറിൽ 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. നമുക്ക് പൊടിയാതെ വേവിച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം, പിന്നെ ബീൻസൊക്കെ ചേർക്കാം. അപ്പം ഞാനിതിൽ ഗ്രീൻ പീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ 1 കപ്പ് അരിയ എടുത്ത് നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ആദ്യം 2 കപ്പ് ഒഴിച്ചെടുക്കാം, എന്തില്ലെങ്കിൽ കൂടുതൽ ഒഴിച്ചെടുക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ. അത്യാവശ്യം എരിവുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് തിളപ്പിക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് അരങ്ങ ഒഴിക്കണം. കുറച്ച് കേട്ടോ, ഒരു 4-5 ഡ്രോപ്സ്. പിന്നെ ഞാൻ തിന വാർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. ഏകദേശം എല്ലാം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ നോക്കാം. കുറച്ച് വേവ് കുറവുണ്ട്. ഞാൻ ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ ബിരിയാണിയുടെ അതേ എരിവുണ്ട് കേട്ടോ. കുക്കറിൽ വെക്കുകയാണെങ്കിൽ 1 വിസിൽ വെക്കാം. ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പിന് മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ വേവട്ടെ. അപ്പം നമ്മൾ രണ്ടാമത് ഒഴിച്ച വെള്ളം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇളക്കി കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയെല്ലാം അരിഞ്ഞ് തൂക്കിയെടുക്കാം. കുറച്ച് നെയ്യ്,
ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മുളക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് സമയത്തേക്ക് മൂടി വെക്കാം കേട്ടോ. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നല്ലപോലെ ഇറങ്ങി നല്ലൊരു ഇതാവട്ടെ. ഇപ്പോൾ 10 മിനിറ്റായി, നമുക്ക് സെർവ് ചെയ്യാൻ. ഒട്ടും പിടിക്കാതെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.